കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ചെറുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ചിരകിയ തേങ്ങയും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് സവോളയിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നോടം വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാണിത്. ഇത് നമുക്ക് ഈ മസാലയിലോട്ട് ചേർക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ എല്ലിലും ഇറച്ചിയിലുമൊക്കെ ഈ മസാല നല്ലോണം പിടിക്കുന്നോടം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിക്കാം. ഇനി കപ്പ വേറൊരു പാത്രത്തിൽ നല്ലോണം വേവിച്ച് എല്ലും ഇറച്ചിയുമായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സലാഡും അച്ചാറും ഒക്കെ കൂട്ടി തട്ടാം.